ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മീരാസ് നോവല്ല. ഇനിയെന്നും ഭാഗം 53. തന്റെ കിച്ചേട്ടൻ ഒരു വേശിക്കൊപ്പം. അവൾക്ക് വിശ്വസിക്കാനായില്ല. മെർലിന്റെ ഇടുപ്പിൽ പിടിച്ചു നിൽക്കുന്ന കിച്ചുവിനെ കണ്ടതും അവൾക്ക് അവനോട് വെറുപ്പ് തോന്നി. ഏയ് ഇല്ല, ആ കണ്ണുകളിൽ കണ്ട തന്നോടുള്ള പ്രണയം ആത്മാർത്ഥമായിരുന്നു. അതുകൊണ്ടല്ലേ അന്ന് അങ്ങനെ ഒരു അവസ്ഥയിൽ പോലും കിച്ചേട്ടനിൽ നിന്നും അങ്ങനെ ഒരു പ്രവൃത്തി ഉണ്ടായത്. ആ ആൾക്ക് എങ്ങനെ ഇതുപോലെ തരം താഴാൻ കഴിയും? അവളുടെ മനസ്സ് വാദിച്ചു. എന്തുകൊണ്ട് മാറിക്കൂടാ? അവന്റെ പ്രണയത്തെ തള്ളിക്കളഞ്ഞു പോന്ന നീ അതിനുശേഷം അവനിൽ വന്ന മാറ്റങ്ങൾ അറിയാത്തതായിക്കൂടെ? നിന്നെ വെറുക്കുന്നതിനൊപ്പം സ്വഭാവം മാറിയതായിക്കൂടെ? അവളുടെ ബുദ്ധി ചോദിച്ചു. ഹേയ്, സ്വപ്നം കണ്ടു നിൽക്കാതെ ബെഡ്റൂമിലേക്ക് 2 ഗ്ലാസും കുറച്ച് ഐസും കൊണ്ടുവാ. അഞ്ജുവിനെ നോക്കി പറഞ്ഞുകൊണ്ട് മെർലിൻ കിച്ചുവിന്റെ കയ്യിൽ തൂങ്ങി മുകളിലേക്കുള്ള സ്റ്റെപ്പുകൾ കയറി. ചിന്തകളിൽ നിന്നും ഞെട്ടിയുണർന്ന അഞ്ജു കിച്ചുവിനെയും മെർലിനെയും നോക്കി. കയറി പോകുന്നതിനിടയ്ക്ക് കിച്ചു അഞ്ജുവിനെ ഒന്ന് തിരിഞ്ഞു നോക്കി പുച്ഛിച്ചു ചിരിച്ചു. അത് കണ്ടതും അവൾക്ക് വല്ലാത്ത ദേഷ്യം വന്നു. അവർ റൂമിൽ കയറുന്നതും വാതിൽ അടയ്ക്കുന്നതും അഞ്ജു താഴെ നിന്ന് കണ്ടു. ദേഷ്യം പരിധി കടന്നതും അഞ്ജു മുകളിലേക്ക് ഓടിക്കയറി വാതിലിൽ ശക്തിയിൽ തട്ടി. അടിയുടെ ശക്തിയിൽ കൈ വേദനിച്ചിട്ട് പോലും അവൾ പിന്മാറിയില്ല. കുറ്റി തുറക്കുന്ന ശബ്ദം കേട്ടതും അവൾക്ക് വല്ലാത്ത ആശ്വാസം തോന്നി. തനിക്ക് മുന്നിൽ നിൽക്കുന്നവളുടെ മുഖഭാവം ഒരു വേള മെർലിനെ ഭയപ്പെടുത്തി. നിനക്കെന്താ മാനേഴ്സ് അറിയില്ലേ? എന്തിനിങ്ങനെ കൊട്ടിക്കൊണ്ട് നിൽക്കുന്നേ? ഗ്ലാസ് തരാൻ വന്നതാണെങ്കിൽ തന്നിട്ട് പോകാൻ നോക്ക്. പിന്നെ ഞങ്ങളെ ഡിസ്റ്റർബ് ചെയ്യരുത്. മെർലിൻ അത് പറയുമ്പോൾ അഞ്ജുവിന്റെ കണ്ണുകൾ റൂമിലെ കട്ടിലിൽ കിടന്ന് അവിടെ സംസാരം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നവനിൽ ആയിരുന്നു. ഹലോ, ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുമ്പോ നീ എന്താ അകത്തേക്ക് നോക്കി നിൽക്കുന്നേ? വേലക്കാരി ആ പണി ചെയ്താൽ മതി, വേറെ കാര്യമൊന്നും അന്വേഷിക്കാൻ നിൽക്കണ്ട, കേട്ടല്ലോ? അതും പറഞ്ഞ് മെർലിൻ വാതിലടയ്ക്കാൻ തുടങ്ങിയതും അഞ്ജു ആ വാതിൽ ശക്തമായി തള്ളി തുറന്ന് അകത്തേക്ക് കയറി. തള്ളലിന്റെ ശക്തിയിൽ മെർലിൻ പിന്നിലേക്ക് വേച്ചുപോയി. ഹേയ്, ഹൗ ഡെയർ യു! അഞ്ജുവിനെ അടിക്കാനായി മെർലിൻ കൈ പൊക്കിയതും അഞ്ജു അവളുടെ കയ്യിൽ കയറി പിടിച്ചു. അവളുടെ പിടുത്തം മുറുകും തോറും മെർലിന്റെ മുഖം വേദനയാൽ ചുരുങ്ങി. ഇപ്പോ ഈ നിമിഷം ഈ വീട്ടിൽ നിന്നും ഇറങ്ങിക്കോണം നീ! ദേഷ്യത്താൽ വലിഞ്ഞു മുറുകിയ ശബ്ദത്തോടെ അഞ്ജു പറഞ്ഞതും മെർലിൻ അവളെ നോക്കി പുച്ഛിച്ചു ചിരിച്ചു. ശേഷം തന്റെ കൈ വലിച്ചെടുത്തു. അത് പറയാൻ നീ ആരാ? ഇയാൾ പൈസ തന്ന് വരുത്തിച്ചതാണ് എന്നെ ഇവിടെ, അതും അയാൾക്കൊരു പെണ്ണിൽ നിന്നും കിട്ടുന്ന സുഖം കിട്ടാൻ വേണ്ടി. അങ്ങനെയുള്ളപ്പോൾ എന്നോട് ഇവിടെ നിന്നും ഇറങ്ങിപ്പോകാൻ പറയാൻ നീ ആരാ? മെർലിൻ ചോദിച്ചതും അഞ്ജു ദേഷ്യത്തോടെ കിച്ചുവിനെ നോക്കിയെങ്കിലും എല്ലാം കണ്ട് ഒരനക്കവുമില്ലാതെ എല്ലാം ആസ്വദിച്ച് കിടക്കുന്നവനെ കണ്ടതും അവൾക്ക് കലി കയറി. ഞാൻ ആരാണെന്ന് നിന്നെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല. നിന്നോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാത്രം ചെയ്താൽ മതി. നീ ചെയ്യാൻ വന്ന ജോലിക്ക് പൈസ ഓൾറെഡി കിട്ടിയെന്നല്ലേ പറഞ്ഞത്. സോ നിനക്കൊരു നഷ്ടവുമില്ല, പോകാൻ നോക്ക്. മെർലിന് മുന്നിൽ കൈ കെട്ടി നിന്ന് പറയുമ്പോൾ അവൾ ആ പഴയ അഞ്ജു ആയിരുന്നു. കിച്ചുവിന്റെ മാത്രം അവന്റെ സ്വന്തം കാന്താരി മുളക്. അതെങ്ങനെ ശരിയാവും? ഇവിടെ പൈസയുടെ കാര്യമല്ലല്ലോ. ദാ ഇത്രയും ഹോട്ടായിട്ടുള്ള ആളൊരുത്തൻ എന്നെ തേടി വരുമ്പോൾ അയാൾക്ക് വേണ്ടതൊക്കെ കൊടുക്കാതെ പോകാൻ എനിക്ക് പറ്റില്ലല്ലോ. കിഷോന്റെ കാര്യമാവുമ്പോൾ പൈസ തന്നില്ലെങ്കിൽ പോലും ആൾക്കൊപ്പം കിടക്കാൻ ഞാൻ തയ്യാറാണ്. അവനെ ഒരിക്കലും ഒരു പെണ്ണിനും മടുക്കില്ല. കട്ടിലിൽ കിടക്കുന്ന കിച്ചുവിനെ നോക്കി വഷളതയോടെ പറയുന്നവളെ കാണുകെ ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയാതെ അഞ്ജു ഓടിച്ചെന്ന് അവളുടെ കവളിൽ ആഞ്ഞടിച്ചു. അത് കണ്ടതും കിച്ചു കട്ടിലിൽ നിന്നും പെട്ടെന്ന് എഴുന്നേറ്റ് വന്ന് അഞ്ജുവിനെ മുന്നിലേക്ക് പിടിച്ചു നിർത്തി അതുപോലെ ഒന്ന് അവളുടെ കവളിലും കൊടുത്തു. അടി കിട്ടിയ കവൾ പൊത്തിപ്പിടിച്ച് അവിശ്വസനീയതയോടെ അവൾ കിച്ചുവിനെ നോക്കി. കുറെ നേരമായി ഞാൻ സഹിക്കുന്നു. നീ എവിടെ വരെ പോകും എന്നറിയാൻ വേണ്ടി കാത്തിരുന്നതാ. ഇത് എന്റെ വീട്, എന്റെ ബെഡ്റൂം. എനിക്കിഷ്ടമുള്ളവരെ ഞാൻ വിളിച്ചു കയറ്റും.
അവരോട് ഇറങ്ങിപ്പോകാൻ പറയാൻ നീ ആരാടി? നിനക്ക് ഞാൻ പൈസ തരുന്നത് ഇവിടെ അടുക്കളപ്പണി എടുക്കാനാണ്, അല്ലാതെ എന്നെ കാണാൻ വരുന്നവരെ അപമാനിക്കാനല്ല. എഴുന്നേറ്റ് പോടി ഇവിടുന്ന്. കിച്ചു അതറിയതും അഞ്ജുവിന്റെ കണ്ണുകളിൽ നിറഞ്ഞു. അവന്റെ വാക്കുകൾ അവളെ വല്ലാതെ നോവിച്ചു. കിച്ചുവിന് പിന്നിൽ നിന്ന് തന്നെ പുച്ഛത്തോടെ നോക്കുന്നവളെ കാണും തോറും ആ നോവ് ദേഷ്യത്തിലേക്ക് വഴിമാറി. ഹേയ് ബേബി, കൂൾ, വെറുതെ നമ്മുടെ മൂഡ് കളയണ്ട, നീ വാ. അതും പറഞ്ഞ് കിച്ചുവിന്റെ കയ്യിൽ പിടിക്കാനായി ഉയർത്തിയ മെർലിന്റെ കയ്യിൽ അവനെ തള്ളി മാറ്റി അഞ്ജു പിടിച്ചു. പിന്നെ കിച്ചുവിനെ ഒന്ന് രൂക്ഷമായി നോക്കി മെർലിനെ പിടിച്ചു വലിച്ച് പുറത്തേക്ക് നടന്നു. അവളുടെ പെട്ടെന്നുള്ള പ്രവൃത്തിയിൽ ഒന്ന് പകച്ചെങ്കിലും അവനും അവർക്കൊപ്പം ചെന്നു. തന്റെ കൈ വിടുവിക്കാൻ മെർലിൻ പരമാവധി ശ്രമിച്ചെങ്കിലും നടന്നില്ല. അവളുടെ കൈബലത്തിൽ സ്വന്തം കൈ പറഞ്ഞു പോകുന്ന പോലെ മെർലിന് തോന്നി. താഴെ എത്തിയതും അഞ്ജു അവളിലെ പിടുത്തം വിട്ടു. നീ പോകാൻ നോക്ക്. മെർലിനെ നോക്കി വല്ലാത്തൊരു ഭാവത്തോടെ അഞ്ജു പറഞ്ഞതും മെർലിൻ അവളെ നോക്കി പുച്ഛിച്ചു. അത് പറയാൻ നീ ആരാടി? കിഷോർ പറയാതെ ഞാൻ പോകില്ല. കിഷോറല്ല, ഇപ്പൊ ഇവിടെ തീരുമാനമെടുക്കുന്നത് ഞാനാ. അതിനുള്ള അവകാശം ഉള്ളതുകൊണ്ട് തന്നെയാ പറയുന്നേ. പൊന്നുമോൾ വന്ന വഴി പോകാൻ നോക്ക്. അഞ്ജുവിന്റെ വാക്കുകൾ മെർലിനെ ചൊടിപ്പിച്ചു. അവകാശമോ? നിനക്കോ? ഈ വീട്ടിലെ വേലക്കാരിയാണ് എന്നതാണോ നിന്റെ അവകാശം? അല്ല, ഇത്രയ്ക്ക് ദേഷ്യം വരാൻ മാത്രം. ഓ, ഇത്രയും കാലം ഇയാൾ കഴപ്പ് തീർത്തത് നിന്നിലായിരിക്കുമല്ലേ? ഇപ്പോൾ പെട്ടെന്ന് എന്നെ തേടി വന്നപ്പോൾ സഹിക്കാൻ പറ്റി കാണില്ല. പറഞ്ഞു തീർത്തതും മെർലിൻ അടി കൊണ്ട് വീണതും ഒരുമിച്ചായിരുന്നു. നിന്റെ പുഴുത്ത നാക്ക് വെച്ച് ഇനി എന്തെങ്കിലും പറഞ്ഞാൽ പിഴുതെഴിയും ഞാനത്. നിനക്ക് എനിക്കുള്ള അവകാശം എന്താണെന്നല്ലേ അറിയേണ്ടത്? എന്നാ കേട്ടോ, ഈ നിൽക്കുന്ന കിഷോർ എന്ന കിച്ചുവിന്റെ ഭാര്യ എന്ന അവകാശമാണ് എനിക്കുള്ളത്. കഴുത്തിൽ സാരിക്കിടയിൽ കിടന്നിരുന്ന താലിമാല പുറത്തേക്ക് വലിച്ചിട്ട് അഞ്ജു പറഞ്ഞതും കിച്ചുവിന്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. ഇങ്ങൾക്ക് വേണ്ടത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ കൊടുക്കാൻ ഞാനുണ്ട്. അത് ശരീരമായാലും മനസ്സായാലും. ഞാൻ ചത്തു കഴിഞ്ഞു മതി നിന്റെയൊക്കെ സഹായം. നിന്റെ സംശയമൊക്കെ തീർന്നെങ്കിൽ പോകാൻ നോക്ക്. അഞ്ജു തറപ്പിച്ചു പറഞ്ഞതും കിച്ചുവിനെ രൂക്ഷമായി നോക്കി മെർലിൻ പുറത്തേക്ക് പോയി. അവൾ പോയതും അഞ്ജു തിരിഞ്ഞ് കിച്ചുവിന് മുന്നിൽ ചെന്നു നിന്നു. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ബെഡ്റൂമിൽ കയറി വരുന്നവരെ ഇറക്കി വിടാൻ എനിക്കുള്ള അധികാരത്തിൽ നിങ്ങൾക്കിനി വല്ല സംശയമുണ്ടോ? അഞ്ജു ദേഷ്യത്തോടെ ചോദിച്ചതും കിച്ചു അവൾക്ക് മുന്നിൽ കൈയും കെട്ടി അവളെ കേൾക്കാൻ എന്നോണം നിന്നു. 7 വർഷം മുൻപ് നിങ്ങളിലുള്ള എല്ലാ അവകാശവും അധികാരവും ദാ ഈ താലി എനിക്ക് കെട്ടിത്തന്നുകൊണ്ട് നിങ്ങൾ തന്നെയാണ് നൽകിയത്. കിച്ചേട്ടൻ മറന്നുപോയെങ്കിൽ ഞാൻ ഓർമ്മിപ്പിക്കാം. ഐസിയുവിൽ നിന്നും റൂമിലേക്ക് മാറ്റും എന്ന് പറഞ്ഞ ദിവസം തലേന്ന് രാത്രി എന്നെ കാണാൻ വന്നത് നിങ്ങൾ മറന്നാലും ഞാൻ മറന്നിട്ടില്ല. നിങ്ങളെ കാണാനുള്ള ധൈര്യം പോലുമില്ലാതെ കണ്ണടച്ച് കിടന്ന എന്നെ ആർക്കു വേണ്ടിയും ഒന്നിനു വേണ്ടിയും നഷ്ടപ്പെടുത്താൻ തയ്യാറല്ല എന്ന് പറഞ്ഞ് ഈ താലി കെട്ടിത്തരുമ്പോൾ ഞെട്ടിക്കണ്ണു തുറന്ന് ഞാൻ കാണുന്നത് എന്നെ മാറിൽ ചേർന്ന് കിടക്കുന്ന നിങ്ങളെ താലിയായിരുന്നു. ഞാൻ എന്തെങ്കിലും പറയും മുന്നേ എന്നെ ഒന്ന് നോക്കുകയോ എനിക്ക് പറയാനുള്ളത് കേൾക്കുകയോ ചെയ്യാതെ നിങ്ങൾ പോയി. ദക്ഷ് എന്റെ ദേഹത്തെ കളങ്കപ്പെടുത്തി മനസ്സും ശരീരവും തളർന്നപ്പോഴും എല്ലാവരെയും വിട്ടൊളിച്ചോടാൻ ഞാൻ തീരുമാനിച്ചിരുന്നില്ല. ഹോസ്പിറ്റൽ വിട്ട് അനുവിനെയും അമ്മുമോളെയും കൊണ്ട് ആ നാട്ടിൽ നിന്നും പോണമെന്ന് മാത്രമേ ആഗ്രഹിച്ചിരുന്നുള്ളൂ. എന്റെ ആ തീരുമാനത്തെ മുഴുവനായി മാറ്റിമറിച്ചത് കിച്ചേട്ടൻ ഒരാളാണ്. അറിയോ അതെന്താണെന്ന്? നിങ്ങളെ താലി സ്വീകരിച്ച് നിങ്ങളുടെ ഭാര്യയാവാൻ ഞാൻ തയ്യാറല്ലായിരുന്നു. നിങ്ങള് എന്നെ കല്യാണം കഴിച്ചത് എന്നോടുള്ള പ്രണയം കാരണമായിരുന്നു. പക്ഷേ നിങ്ങളുടെ ഭാര്യയാകാനുള്ള യോഗ്യത എനിക്കില്ലായിരുന്നു. പണം കൊണ്ടും പഠിപ്പ് കൊണ്ടും ബന്ധുബലം കൊണ്ടും നിങ്ങൾക്കൊപ്പം ഒരിക്കലും എത്തില്ല എന്നറിയാവുന്നത് കൊണ്ട് തന്നെയാണ് നിങ്ങളെ പ്രാണനെ പോലെ പ്രണയിച്ചിട്ട് പോലും കിരണേട്ടനെയാണ് ഞാൻ പ്രണയിക്കുന്നത് എന്ന് ഒരു മനസാക്ഷിക്കുത്വമില്ലാതെ നിങ്ങളുടെ മുഖത്ത് നോക്കി പറഞ്ഞ് ഞാൻ നിങ്ങളെ അകറ്റിയത്. നിങ്ങൾ ഈ താലി ചാർത്തുമ്പോൾ അതിനേക്കാളൊക്കെ വലിയൊരു അയോഗ്യത കൂടി എനിക്കുണ്ടായിരുന്നു. നിങ്ങൾക്ക് നൽകുവാനായി പരിശുദ്ധമായ ഒരു ശരീരം എനിക്കില്ല എന്നുള്ളത്. പക്ഷേ നിങ്ങൾ എന്നെ കല്യാണം കഴിച്ചു എന്നറിഞ്ഞാൽ എന്നെ സ്നേഹിക്കുന്നവർ എല്ലാവരും ഈ അയോഗ്യതകളെല്ലാം മറന്ന് എന്നെ നിങ്ങളോട് ചേർത്ത് വെക്കും എന്നുറപ്പായിരുന്നു എനിക്ക്. അവരെ എതിർക്കുവാൻ കഴിയില്ല എന്നും എനിക്കറിയാമായിരുന്നു. ഭയന്നു പോയി ഞാൻ.
ഞാൻ കാരണം നിങ്ങളുടെ ജീവിതം തകരുന്നത്, നിങ്ങളുടെ അച്ഛനും അമ്മയും മറ്റുള്ളവർക്ക് മുന്നിൽ തല കുനിച്ച് നിൽക്കേണ്ടി വരുന്നത്, കൂട്ടുകാർക്കും ഒപ്പം ജോലി ചെയ്യുന്നവർക്കും മുന്നിൽ ഒരു റേപ്പ് വിക്ടിമായ എന്നെ കല്യാണം കഴിച്ചതിന്റെ പേരിൽ അപഹാസ്യനായി നിങ്ങൾ നിൽക്കേണ്ടി വരുന്നത്. എല്ലാം ആലോചിച്ചപ്പോൾ അന്നൊരു ഒളിച്ചോട്ടമല്ലാതെ വേറൊരു വഴിയും എന്റെ മുന്നിൽ ഉണ്ടായിരുന്നില്ല. സത്യമാണ്, അനുവിനെയും അമ്മ പറ്റി ആലോചിച്ചില്ല ഞാൻ. സ്വാർത്ഥയായി. എന്റെ മനസ്സ് മുഴുവൻ നിങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നെ പ്രണയിച്ചതിന്റെ പേരിൽ നിങ്ങളുടെ ജീവിതം തകരുന്നത് കാണാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് എല്ലാം ഉപേക്ഷിച്ചു പോന്നത്. അറിയോ നിങ്ങൾക്ക്, ഇത്രയും കാലം അവരെ എല്ലാവരും കാണാതെ ഉരുകിയാണ് ഞാൻ ജീവിച്ചത്. പക്ഷേ അപ്പോഴും നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുമല്ലോ എന്ന ഒറ്റ ആശ്വാസത്തിലാണ് പിടിച്ചു നിന്നത്. പക്ഷേ നിങ്ങൾ എന്താ ചെയ്തേ? ആർക്കു വേണ്ടിയാണോ ഞാൻ ഇതെല്ലാം ചെയ്തത്, ആ ആൾ തന്നെ സ്വന്തം ജീവിതം നശിപ്പിക്കുന്നു. എങ്ങനെ തോന്നി കിച്ചേട്ടാ നിങ്ങൾക്ക് ഇങ്ങനെയെല്ലാം ചെയ്യാൻ? എന്റെ കൺമുന്നിൽ കള്ളു കുടിച്ചും സിഗരറ്റ് വലിച്ചും അവസാനം ദാ ആ ഇറങ്ങിപ്പോയവളെ പോലുള്ള ഒരുത്തിയെ റൂമിൽ വിളിച്ചു കയറ്റി. ഇത്ര ഉള്ളായിരുന്നോ നിങ്ങൾക്ക് ഞാൻ? ചോദിച്ചു കഴിഞ്ഞതും നിലത്ത് തളർന്നിരുന്ന് പൊട്ടിക്കരഞ്ഞു അഞ്ജു. അവളുടെ കരച്ചിൽ കണ്ട് കിച്ചുവിനും വല്ലാത്ത വേദന തോന്നി. അവളെ കയ്യിൽ പിടിച്ചു വലിച്ച് തന്റെ നെഞ്ചിലേക്ക് ചേർത്തു പിടിച്ചു അവൻ. ആ ചേർത്തു പിടിക്കൽ അത്രയും ആഗ്രഹിച്ചതുകൊണ്ട് തന്നെ അവനിലേക്ക് പരമാവധി ചേർന്നു നിന്നു അവൾ. നിന്റെ യോഗ്യത അറിയണോ നിനക്ക്? എന്റെ പ്രണയം, നീയാണ് എന്റെ പ്രണയം എന്നതാണ് അഞ്ജു നിനക്ക് എന്റെ ഭാര്യയാകാനുള്ള യോഗ്യത. നിന്നെ പ്രണയിക്കാൻ എന്നെ നിന്നിലേക്ക് നയിച്ചത് നിന്റെ മനസ്സ് മാത്രമാണ് അഞ്ജു. നിന്റെ സാമ്പത്തികമോ പഠിപ്പോ എന്തിന്, നിന്റെ ശരീരം പോലുമല്ല, നിന്റെ മനസ്സ് മാത്രമാണ്. എനിക്കറിയാമായിരുന്നു അന്നത്തെ സംഭവത്തിന് ശേഷം നീ ഒരിക്കലും എന്റേതാവാൻ സമ്മതിക്കില്ല എന്ന്. പക്ഷേ ഒന്നിനു വേണ്ടിയും നിന്നെ വിട്ടുകളയാൻ ഞാൻ തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് മാത്രമാണ് നിന്റെ പോലും അനുവാദമില്ലാതെ ഈ താലി ഞാൻ കെട്ടിയത്. അങ്ങനെയെങ്കിലും നീ എന്റെ ഒപ്പം ഉണ്ടാവുമല്ലോ. കുറച്ച് സമയമെടുത്താലും നീ എന്നെ മനസ്സിലാക്കും എന്ന് കരുതി. പക്ഷേ തോൽപ്പിച്ചില്ല നീ എന്നെ. കാവലിരുന്നിട്ടും എന്നെ ഉപേക്ഷിച്ച് പോയില്ല നീ. എന്റെ അവസ്ഥ എന്താവുമെന്ന് നീ ആലോചിച്ചോ? ഇത്രയും വർഷം നിന്നെപ്പറ്റി ഒരു വിവരവുമില്ലാതെ ഭ്രാന്തെടുത്ത് അലഞ്ഞു നടക്കുകയായിരുന്നു ഞാൻ. എന്തിനാണ് എന്നെ വിട്ടുപോയത്? ഏതെങ്കിലും പേപ്പട്ടി കടിച്ചു എന്ന് കരുതി നിന്നോടുള്ള എന്റെ പ്രണയം ഇല്ലാതാകുമെന്ന് നീ കരുതിയോ? നീ ഇവിടെ ഉണ്ട് എന്നറിയുന്നത് വരെ മര്യാദയ്ക്കൊന്ന് ഉറങ്ങാൻ പോലും കഴിയാതെ ഞാൻ നടന്നിട്ടുണ്ട്. ഇവിടെ വന്നപ്പോഴും നീ എന്നെ അവഗണിച്ചപ്പോൾ എന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു. എന്റെ ജീവിതം തകർന്നത് കണ്ടാലെങ്കിലും നീ എന്നിലേക്ക് തിരിച്ചു വരുമ്പോ എന്നറിയാൻ വേണ്ടിയാ ഞാൻ നിന്റെ മുന്നിൽ വെച്ച് കള്ളുകുടിയനും പെണ്ണുപിടിയനുമൊക്കെ ആയത്. ഇന്ന് ഈ നിമിഷം ഞാൻ പറയുന്ന അഞ്ജു, ഇനിയും എന്നിൽ നിന്ന് അകന്നു പോകാനാണ് നിന്റെ തീരുമാനമെങ്കിൽ ഇനി എന്നെ ജീവനോടെ നീ കാണില്ല. എല്ലാവരെയും മറന്ന് ഞാൻ എന്റെ ജീവൻ വെടിയും. അത്രയും വയ്യടി, നീ അല്ലാതെ എനിക്ക് പറ്റില്ല. തന്നെ ആനും പുണർന്ന് പൊട്ടിക്കരഞ്ഞു പറയുന്നവനെ കാണുകെ അഞ്ജു തകർന്നുപോയി. അവളുടെ മനസ്സിലെ എല്ലാ കരടും അവൾ അവനെ പുണർന്ന് കണ്ണീരാൽ അവന്റെ നെഞ്ചിൽ ഇറക്കി വെച്ചു. ഐ ലവ് യു അഞ്ജു. കിച്ചു പറഞ്ഞതും അവളുടെ ചുടികളിൽ പുഞ്ചിരി വിരിഞ്ഞു. ലവ് യു ടു. അവളുടെ പതിഞ്ഞ ശബ്ദം കേട്ടതും അതേ പുഞ്ചിരി അവനിലും നിറഞ്ഞു.